നമസ്കാരം. ഞാൻ പ്രവീൺ നമ്പൂതിരി, ഒറ്റപ്പാലം. ഒരിക്കൽ കുറച്ചു കാലം മുമ്പ് ഒരു അമ്പലത്തിലെ പുതുതായിട്ട് ഒരു ഓഫീസർ ചാർജ് എടുത്തു. ഭരണം അദ്ദേഹത്തിന് ഇന്നത്തെ കാലത്ത് നമ്മൾ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നൊക്കെ പറയുന്ന ആ പോസ്റ്റിൽ. അപ്പോൾ അദ്ദേഹം ആ അമ്പലത്തിൻ്റെ രജിസ്റ്ററുകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അതിൽ ദിവസവുമുള്ള കാര്യങ്ങൾ, ദിവസവും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എഴുതി വെച്ച രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ അതിലൊരു വാക്ക് എഴുതിയിട്ടുണ്ട്: ചുമ്മാതിരിക്കുന്ന സ്വാമിക്ക് ഒരു പട നിവേദ്യം. അപ്പോൾ അദ്ദേഹത്തിന് എന്താണെന്ന് മനസ്സിലായില്ല. അദ്ദേഹം ശാന്തിക്കാരനെ വിളിച്ചു ചോദിച്ചു, ഇതെന്താ ഈ ചുമ്മാതിരിക്കുന്ന സ്വാമിക്ക് ഒരു പട നിവേദ്യം എന്ന് എഴുതിയിരിക്കുന്നത്? ഒരു പട നിവേദ്യം എന്ന് പറഞ്ഞാൽ ഒരു പടച്ചോറ് എന്ന് പറയുമല്ലോ, ഒരു പാത്രത്തിൽ കുറച്ച് നിവേദ്യം. അപ്പോൾ ശാന്തിക്കാരൻ പറഞ്ഞു, ഇവിടെ അടുത്ത് ഈ അമ്പലത്തിൻ്റെ മുന്നിൽ ആൽത്തറയിൽ ഒരു സ്വാമി എല്ലാ ദിവസവും വന്നിരിക്കും. രാവിലെ വന്നിരിക്കും, വൈകുന്നേരം വരെ അദ്ദേഹം അവിടെ ഇരിക്കും, രാത്രി വരെ ഒന്നും ചെയ്യില്ല, അവിടെ അങ്ങനെ ഇരിക്കും, വെറുതെ ചുമ്മാതിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഈ പൂജ കഴിഞ്ഞാൽ ഒരു പട നിവേദ്യം കൊടുക്കാറുണ്ട്, അതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചുമ്മാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്നും നിവേദ്യം കൊടുക്കാൻ പറ്റില്ല, നാളെ മുതൽ അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. വെട്ടി ആ ലൈന്. പിറ്റേ ദിവസം സ്വാമിജി വന്നു. ഇതേപോലെ സാധാരണ നിവേദ്യം കിട്ടേണ്ട സമയമായിട്ട് അദ്ദേഹത്തിന് നിവേദ്യം കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം അന്വേഷിച്ചു, എന്താ ഇന്ന് നിവേദ്യം തരാത്തത്? അപ്പോൾ ശാന്തിക്കാരൻ പറഞ്ഞു, അങ്ങക്ക് നിവേദ്യം തരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ കാരണം സ്വാമി ചോദിച്ചു. അപ്പോൾ ശാന്തിക്കാരൻ പറഞ്ഞു, ചുമ്മാതിരിക്കുന്ന ആൾക്കാർക്കൊന്നും ഒന്നും കൊടുക്കരുതെന്നാണ് അധികാരി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ചുമ്മാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ വിഷമമുള്ളൊരു കാര്യമാണെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞോളൂ. ശാന്തിക്കാരൻ പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ സ്വാമിജി ഇങ്ങനെ പറഞ്ഞു, ചുമ്മാതിരിക്കുക, അതായത് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ മേലധികാരി പറഞ്ഞു, വെറുതെ ഇരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും സുഖം, ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് വെറുതെ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത്, ഒരു വിഷമമുള്ളാത്ത കാര്യമാണ്. അപ്പോൾ വേഗം സ്വാമിജി ഈ മേലധികാരി പറഞ്ഞത് സ്വാമിജിയോട് പറഞ്ഞു, ചുമ്മാതിരിക്കുക എന്നുള്ള അത്ര വളരെ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്, ഏറ്റവും സിമ്പിളായിട്ട് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് വെറുതെ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, എന്നാൽ അദ്ദേഹത്തിനോട് അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറയൂ. അപ്പം ശാന്തിക്കാരൻ ഇത് മേലധികാരിയോട് പറഞ്ഞു. അപ്പോൾ ഈ മേലധികാരി സ്വാമിജിയുടെ മുന്നിൽ വന്ന് പറഞ്ഞു, സ്വാമിജി ചുമ്മാതിരിക്കുക എന്നുള്ളതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്, ഒരു വിഷമമില്ലാത്ത കാര്യം, ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്, ഞാൻ തെളിയിച്ച് തരാം. അപ്പോൾ സ്വാമിജി പറഞ്ഞു, അങ്ങ് നാളെ രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ ഒരു മുറിയിൽ അടച്ചിരിക്കുക, ഒന്നും ചെയ്യരുത്, ഒരു പണിയും ചെയ്യരുത്, ഒരു കാര്യവും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്, വായിക്കുക, എഴുതുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. പിന്നെ മൊബൈലൊന്നും ഇല്ലാത്ത കാലമാണ് പണ്ട്, ടി വി ഒന്നും ഇല്ലാത്ത കാലമാണ്. ശരി, ആയിക്കോട്ടെ പറഞ്ഞു. പിറ്റേ ദിവസം അദ്ദേഹം രാവിലെ ഒരു മുറിയിൽ കയറി അടച്ചു ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിന് വെറുതെ ഇരിക്കുകയല്ലേ, പകലാണ്, ഇങ്ങനെ ഇതായി ഇരിക്കാൻ വയ്യാതെ ഉച്ചയായി, എങ്ങനെയൊക്കെയോ ഉച്ചവരെ കഴിച്ചു കൂട്ടി. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കൊടുക്കും. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായി. വൈകുന്നേരം ആയപ്പോഴേക്കും അദ്ദേഹം ആ റൂമാണ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ അമ്പലത്തിലേക്ക് വന്നു, രജിസ്റ്റർ എടുത്തു. എന്നിട്ട് അതിൽ എഴുതി, നാളെ മുതൽ ചുമ്മാതിരിക്കുന്ന സ്വാമിക്ക് 2 പട നിവേദ്യം. അതുവരെ ഒരു പടം ഉണ്ടായിരുന്നത്, ചുമ്മാതിരിക്കുന്ന സ്വാമിക്ക് 2 പട നിവേദ്യം എന്നെഴുതി സ്വാമിജിയോട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, സ്വാമിജി ക്ഷമിക്കണം, ചുമ്മാതിരിക്കുക എന്നുള്ളത് അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഇതൊരു കഥയാണ്. ചുമ്മാതിരിക്കുക, വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ വിഷമമുള്ള കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളോട് കൂടി ഇരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബോറടി ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും മനുഷ്യൻ സാമൂഹിക ജീവിയാണല്ലോ, നമ്മളെപ്പോഴും മറ്റുള്ളവരായിട്ട് കൂട്ടുകൂടാനും സഹവസിക്കാനും സംസാരിക്കാനും അവരോട് ചേർന്ന് നിൽക്കാനുമാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്.